Hello friends, എല്ലാവർക്കും ടെക്ഫോൺ മലയാളത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നരുൺ. നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് JBLന്റെ T250 എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് വയേർഡ് ഹെഡ്സെറ്റ് ആണ്. സോ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ JBLന്റെ T250 എന്ന് പറയുന്ന ഹെഡ്സെറ്റ്. നിങ്ങൾക്ക് തൊട്ട് താഴെ JBLന്റെ ലോഗോ കാണാൻ സാധിക്കും. സെൻട്രലായി ഡൈനാമിക് സൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. വലത് സൈഡിലും ഇടത് സൈഡിലും JBLലും അതുപോലെ തന്നെ JBL ഹെഡ്സെറ്റിൻ്റെ മോഡൽ നമ്പറും എഴുതിയിട്ടുണ്ട്. ഇനി തൊട്ട് ബാക്കിൽ നോക്കുവാണെങ്കിൽ അതിൻ്റെ പ്രൈസ് ടാഗ് നമുക്ക് കാണാൻ സാധിക്കും. അറൗണ്ട് 2500 രൂപയാണ് ഈ ഹെഡ്സെറ്റിൻ്റെ വില. അപ്പോൾ നമുക്കിതൊന്ന് പൊളിച്ച് ഇതിൽ നിന്നൊന്ന് ഹെഡ്സെറ്റ് പുറത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെഡ്സെറ്റ് ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അതിൽ നിന്നൊന്ന് പുറത്തെടുത്ത് നോക്കാം. ഇതൊരു വയേർഡ് ഹെഡ്സെറ്റാണ്. ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ്. ഇതിൻ്റെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ, അതിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇത് പകുതി പ്ലാസ്റ്റിക്കിലും പകുതി അലുമിനിയത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഹെഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ തലയുടെ വലിപ്പം അനുസരിച്ച് നമുക്കവിടെ ഇതിൻ്റെ ഹെഡ്സെറ്റ് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അത്യാവശ്യം വലിയ ആൾക്കാരൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പാകത്തിന് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ആർക്കും വളരെ സിമ്പിളായിട്ട് കൊണ്ടു നടക്കാവുന്നതാണ്. എത്ര വേണമെങ്കിലും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. നിങ്ങളിവിടെ കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. വലിയ ആളുകൾക്കും ചെറിയ കുട്ടികൾക്കും വരെ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഹെഡ്സെറ്റിൻ്റെ ഇയർപാഡിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കുകയാണെങ്കിൽ വളരെ ക്വാളിറ്റിയോട് കൂടിയ ഒരു ഇയർപാഡാണ്. വളരെ സ്മൂത്താണ്. സ്പോഞ്ച് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ചെവിക്ക് വളരെ കംഫർട്ടബിളായി നമ്മൾ ചെവിയിൽ വെക്കുമ്പോൾ തന്നെ വളരെ കംഫർട്ടബിൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഹെഡ്സെറ്റിന് 3.5 mm ഓഡിയോ ജാക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും ടാബ്ലറ്റിലും ഒക്കെ ഈ ഹെഡ്സെറ്റ് വളരെ സ്മൂത്തായി ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഹെഡ്സെറ്റിൻ്റെ ഓഡിയോ ക്വാളിറ്റിയെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഞാൻ 2 ദിവസം തുടർച്ചയായി ഈ ഹെഡ്സെറ്റ് ഉപയോഗിച്ചാണ്. അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ മികച്ച സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഹെഡ്സെറ്റ് തരുന്നത്. നമ്മൾ ചെവിയിൽ വെച്ചൊന്ന് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ പുറമേ നടക്കുന്ന ഒരു കാര്യവും നമ്മൾ അറിയത്തില്ല. അതുപോലെ തന്നെ നമ്മൾ എന്താണ് കേൾക്കുന്നതെന്ന് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് പോലും ഇതിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. കാരണം അത്രയും മികച്ചൊരു സൗണ്ട് ക്വാളിറ്റിയാണ് തരുന്നത്. അതുപോലെ ഈ ഹെഡ്സെറ്റിൽ നമുക്ക് വളരെ ബേസോട് കൂടിയതും ക്ലിയർ ആൻഡ് ക്രിസ്പ് സൗണ്ടിൽ നമുക്ക് മ്യൂസിക്കുകൾ കേട്ട് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ ഒരു ഹെഡ്സെറ്റ് വാങ്ങുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ആദ്യം ഒരു വയർലെസ് ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു. ഒരു ഓൾസെൻമാർക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഹെഡ്സെറ്റ് ആയിരുന്നു അത്. എന്നാൽ അതിന് കുറച്ച് പ്രൈസ് കൂടുതലാണ്. അറൗണ്ട് 6K അതിന് വില വന്നിരുന്നു. എന്നാൽ അതിൽ നിന്നും കേൾക്കുന്നതിനേക്കാൾ മികച്ച സൗണ്ട് എനിക്ക് ഈ ഒരു JBL T250 എന്ന് പറയുന്ന ഹെഡ്സെറ്റിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇതിൻ്റെ ഒറിജിനൽ വില 2500 രൂപയാണ്. എന്നാൽ എനിക്ക് വെറും 799 രൂപയ്ക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ കിട്ടി. ഇതിപ്പോൾ 75% ഓഫറോട് കൂടി ഫ്ലിപ്കാർട്ടിൽ വിൽക്കുന്നുണ്ട്. നിങ്ങൾക്കത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്. സോ എൻ്റെ ഒരു ഓവറോൾ അഭിപ്രായം പറയുകയാണെങ്കിൽ 2500 രൂപയിൽ താഴെയുള്ള ഏറ്റവും മികച്ച വയേർഡ് ഹെഡ്സെറ്റാണ് ഈ JBL T250. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തായി ഒരു ബെല്ലൈക്കണും വരുന്നതായിരിക്കും. അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം അരുൺ.